ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വചനം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വചനം നമ്മോട് സംസാരിക്കുന്നത്. മോശയുടെ മാതാപിതാക്കൾ അമ്രാമും യോഖെബാദും. അവർ മിസ്രൈമിലെ അടിമകളായിരുന്നു. അവരുടെ ജീവിത സാഹചര്യം അത്ര നല്ലതല്ല. കഠിനവേല നിമിത്തം അവർ പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ചിരുന്നതായി നാം വചനത്തിൽ കാണുന്നു. എങ്കിലും അവരുടെ വിശേഷത എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. ആ കഷ്ടപ്പാടിൻ്റെ നടുവിലും അടിമയായി മിസ്രൈമിൽ ജീവിക്കുന്ന ആ കാലത്തും അവർ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രവാസകാലം തീരാറായി എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വീണ്ടെടുപ്പുകാരൻ തങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നും ഈ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് അവൻ ജനത്തെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വചനം നമ്മോട് ഇടപെടുന്നത്. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം. 400 വർഷത്തോളമായി അവർ മിസ്രൈം എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് താമസിക്കുവാൻ വന്ന ആദ്യ സമയങ്ങളിൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ ജോസഫിനെ അറിയാത്ത ഫറവോൻ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും രാജാവാകുകയും ചെയ്തപ്പോൾ ഇവരോട് അതികഠിനമായി ഇടപെടുവാൻ തുടങ്ങി. ഇവർ വർദ്ധിച്ച് ഒരു വലിയ സമൂഹമായി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ള ചിന്തകൾ ഫറവോനെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കളോട്, അടിമകളായിരുന്ന അവരോട് വളരെ ക്രൂരമായി ഫറവോൻ പെരുമാറുവാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലും ഉപദ്രവങ്ങൾ വർദ്ധിക്കുമ്പോഴും കഷ്ടപ്പാടുകൾ പെരുകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ കൂടി അവർ കടന്നു പോകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് അമ്രാമും യോഖെബാദും, അല്ലെങ്കിൽ മോശയുടെ മാതാപിതാക്കൾ. അവരുടെ വിശ്വാസത്തെ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രശംസിക്കുകയാണ്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. മാനുഷിക സൗന്ദര്യം അല്ല, ആ ശിശുവിൽ അവരൊരു ദൈവിക സൗന്ദര്യം കണ്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രാജകൽപ്പനയെ ഭയപ്പെടാതെ ആ ശിശുവിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. മോശയുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുവാനുള്ള കാരണം ആ കുഞ്ഞിൽ അടിമത്വത്തിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ടു എന്നുള്ളതാണ്. വിശ്വാസത്താലാണത് കണ്ടത്. അടിമകളായിരിക്കുന്ന ആ അവസ്ഥയിൽ തങ്ങൾക്ക് ജനിച്ച കുഞ്ഞിൽ ഒരു വീണ്ടെടുപ്പുകാരനെ, ജനത്തെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്ന ഒരു പോരാളിയെ മാതാപിതാക്കൾ കണ്ടു. അതുകൊണ്ടാണ് അവർ മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന വസ്തുത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വാസം നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുകയാണ്. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം. വാസ്തവത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും മിസ്രൈമിലെ അടിമകളായിട്ട് ജീവിക്കുന്ന പശ്ചാത്തലമായിരുന്നു അവർക്ക്. എന്നിട്ടും
ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമുക്ക് മുമ്പിൽ മാതൃകയായി പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുകയാണ്. കഷ്ടപ്പാടുകൾ വർദ്ധിക്കുമ്പോഴും പ്രതിസന്ധികൾ ഏറുമ്പോഴും നിയമം കർക്കശമാകുമ്പോഴും എല്ലാം പ്രതികൂലമാകുമ്പോഴും വിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്ന, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അമ്രാമിനെയും യോഖേബാദിനെയും യഹൂദ ക്രിസ്ത്യാനികൾക്ക് മാതൃകയായി പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ വിശുദ്ധന്മാർ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും അവർക്ക് ലഭിച്ച വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് അവസാനം വരെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ വിശ്വാസം തള്ളിപ്പറയുന്നവരും വിശ്വാസം ഉപേക്ഷിക്കുന്നവരും വിശ്വാസമാർഗം വിട്ടുപോകുന്നവരും ഈ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് മടങ്ങി വരേണ്ടതാണ്. ദൈവം നമ്മളെ സഹായിക്കും. ആദ്യ വിശ്വാസം അവസാനത്തോളം നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവേ, അവിടുത്തെ വചനപ്രകാരം വലിയ വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ കൃപ തരണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.